നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. സോ ഇതിൽ ആദ്യമായി വരുന്നത് ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു ഓപ്പറേറ്റർ നമ്മൾ എഴുതുന്നത് ഇതുപോലെ ഡബിൾ ഈക്വൽ ടു ആണ്. സോ നമ്മൾ എ ഈക്വൽ ടു ബി ഡബിൾ ഈക്വൽ ടു ബി എന്നിങ്ങനെ എഴുതുകയാണെങ്കിൽ എയും ബിയും തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമുക്ക് ആദ്യമായി ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിന് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഈക്വൽ ടു അതിനുള്ളിൽ ഞാനൊരു ബ്രാക്കറ്റിനുള്ളിൽ എ ഈക്വൽ ടു ബി ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാം. റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ 1 ആണ്, ഫാൾസ് ആണെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിരിക്കും ലഭിക്കുക റിസൾട്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ നേരത്തെ പഠിച്ച വാർഡംപ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. സോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് വ്യക്തമായി കാണാൻ കഴിയും. സോ ഞാനിവിടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ആ വേരിയബിൾ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം, റിഫ്രഷ് ചെയ്ത് നോക്കാം പേജ്. സോ നമുക്ക് ബൂളിയൻ അതുപോലെ ഫാൾസ് എന്ന് ലഭിക്കുന്നു, കാരണം എ ഓർ ബി ഈക്വൽ അല്ല. സോ ഞാൻ ബിയുടെ വാല്യൂ 10 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിവിടെ ട്രൂ ലഭിക്കുന്നു, ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമ്മൾ ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കുന്നത് രണ്ട് സംഖ്യയെ തമ്മിൽ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി വരുന്നത് ട്രിപ്പിൾ ഈക്വൽ ടു ആണ്. ഇതിന് ഐഡൻറ്റിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ട്രിപ്പിൾ ഈക്വൽ ടും ഡബിൾ ഈക്വൽ ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സോ ഉദാഹരണമായി ഞാൻ ബിയുടെ വാല്യൂ ഇതുപോലെ സ്ട്രിങ്ങിൽ 10 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കുകയാണെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ട്രൂ ആയിരിക്കും ലഭിക്കുക. എന്നാൽ നമ്മൾ ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫാൾസ് ആയിരിക്കും ലഭിക്കുക. കാരണം ട്രിപ്പിൾ ഈക്വൽ ടു നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൂടി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്യുന്നതാണ്. സോ ആദ്യത്തിൽ എയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, രണ്ടാമത്തിൽ ബിയുടെ സ്ട്രിംഗ് ആണ്. സോ നമ്മൾ ട്രിപ്പിൾ ഈക്വൽ ടു ഐഡൻറ്റിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമ്മൾ ഡബിൾ ഈക്വൽ ടു മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേരിയബിളിൻ്റെ ഡാറ്റ മാത്രം വാല്യൂ മാത്രം മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമ്മൾ സേവ് ചെയ്ത് ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു ഡബിൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ. എന്നാൽ ട്രിപ്പിൾ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് ഫാൾസ് ലഭിക്കും. സോ ഇനി നമ്മൾ ഇതും നമ്മൾ 10 എന്ന് ഇൻറ്റിജർ ആയി കൊടുക്കുകയാണെങ്കിൽ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രൂ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ഡബിൾ ഈക്വൽ ടും ട്രിപ്പിൾ ഈക്വൽ ടും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. സോ ഇതുപോലെ നമുക്ക് എഴുതാം, അതുപോലെ നോട്ട് ഈക്വൽ ടു ഇതുപോലെയും എഴുതാം, ഒരു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ചിഹ്നം. സോ നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു, കാരണം ഇത് രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് നമുക്ക് ഫാൾസ് ലഭിച്ചു. സോ നമ്മൾ ബിയുടെ വാല്യൂ 20 കൊടുത്ത് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു, കാരണം ഇത് രണ്ടും ഈക്വൽ അല്ല ഇപ്പോൾ. സോ ഇനി അതുപോലെ ഞാൻ ഈ ഓപ്പറേറ്ററാണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ഈ നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് ട്രൂ ലഭിക്കുന്നു. അതുപോലെ നമ്മളിവിടെ വാല്യൂ സെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു, കാരണം ഈ രണ്ട് തരത്തിൽ നമുക്ക് നോട്ട് ഈക്വൽ ടു ചെക്ക് ചെയ്യാം. അടുത്തായി വരുന്നത് ഗ്രേറ്റർ ദാൻ അതുപോലെ ലെസ് ദാൻ ആണ്. സോ ഗ്രേറ്റർ ദാൻ നമ്മളിവിടെ ബിയുടെ വാല്യൂ 20 തന്നെ കൊടുക്കുന്നു. ശേഷം നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എ ഗ്രേറ്റർ ദാൻ ബി അല്ല. സോ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ എ ലെസ് ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ എ ലെസ് ദാൻ എ ബി ആണ്. സോ നമുക്ക് ട്രൂ ലഭിക്കണം. സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു. അതുപോലെ അടുത്ത് വരുന്നതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ഇതിൽ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ ആണോ അതോ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അതുപോലെ ലെസ് ദാൻ ആണോ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമ്മളിവിടെ സെയിം പ്രോഗ്രാമിൽ ആദ്യമായി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു, കാരണം എ ബിയേക്കാൾ കുറവാണ്. സോ നമ്മൾ ഇനി ബിയുടെ വാല്യൂ 10 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിൻ്റെ വാല്യൂ സെയിം ആയി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ വാല്യൂ ലഭിക്കുന്നു. അതുപോലെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ ഇപ്പോൾ എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും തുല്യമാണ്. സേവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു. സോ നമ്മൾ എയുടെ വാല്യൂ ഒരു 20 ആക്കി സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലഭിക്കുന്നു. ഇനി എയുടെ വാല്യൂ നമ്മളൊരു 5 ആക്കി കൊടുത്ത് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു. സോ ഇതാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അതുപോലെ ലെസ് ദാൻ ഈക്വൽ ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് രണ്ട് വാല്യൂകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം.